കലിയോഗം ഭാഗം 17. മാധ്യമപ്രവർത്തകരുടെ ഇടയിലൂടെ ഒരു സ്ത്രീ മുന്നോട്ട് നടന്നു വരികയായിരുന്നു. വളരെ മോഡേൺ സ്റ്റൈലിൽ ധരിച്ച സാരി, സ്ലീവ്ലെസ് ബ്ലൗസ്, കണ്ണുകളിൽ അസാധാരണമായ ആത്മവിശ്വാസം, മുഖത്ത് ചെറുചിരി. അവൾ നേരെ അർജുന്റെ അടുത്തേക്കാണ് നടന്നത്. മാധ്യമപ്രവർത്തകരെ വകഞ്ഞു മാറ്റി അവൾ മുന്നോട്ടെത്തി. ആ സ്ത്രീ അർജുന്റെ മുന്നിൽ നിന്നു. അർജുൻ അവളെ നോക്കുക മാത്രം ചെയ്തു. പക്ഷേ അതിനു മുമ്പേ അവൾ പുഞ്ചിരിയോടെ കൈനീട്ടി. കൺഗ്രാറ്റുലേഷൻസ് അർജുൻ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈ പിടിച്ചു. അർജുൻ സ്വാഭാവികമായി കൈ കൊടുത്ത നിമിഷം തന്നെ അവൾ അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം മുഴുവൻ ക്യാമറ കണ്ണുകളും അവരുടെ നേരെ തിരിഞ്ഞു. മൈക്കുകൾ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് നീണ്ടു. മാഡം മാഡം നിങ്ങള് സയന്റിസ്റ്റ് രംഭ ദേവേന്ദ്രനാഥല്ലേ? മാഡം അർജുൻ സാറുമായിട്ടുള്ള ബന്ധം എന്താണ്? ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നു. ആ സ്ത്രീ ചെറിയൊരു ചിരിയോടെ അർജുന്റെ അരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. പിന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതെ, ഞാൻ രംഭ ദേവേന്ദ്രനാഥ്, ഞാനൊരു സയന്റിസ്റ്റാണ്. പിന്നെ അവൾ പുഞ്ചിരിയോടെ അർജുനെ നോക്കി. പിന്നെ ഞാൻ അർജുൻ ദേവരയുടെ ഫിയാൻസിയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം നന്ദിതയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ചെറുതായി ഒന്ന് വിറച്ചു. അവളുടെ മുഖത്തെ നിറം പതിയെ മങ്ങി. സ്ക്രീനിൽ രംഭ ഇപ്പോഴും അർജുനരികിൽ തന്നെ നിന്നുകൊണ്ടിരുന്നു. മാധ്യമപ്രവർത്തകർ ആവേശത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മാഡം, വിവാഹം എപ്പോഴാണ്? ഇത് രണ്ടു കുടുംബങ്ങളും തീരുമാനിച്ച വിവാഹമാണോ? അർജുൻ സാർ എന്തെങ്കിലും പറയാമോ? അർജുൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. പക്ഷേ അതിന് സമ്മതിക്കാതെ രംഭ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നന്ദിതയ്ക്ക് ആ ശബ്ദങ്ങൾ ഒന്നും കേൾക്കാനായില്ല. അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിയത് ആ ഒരു വാക്ക് മാത്രം, ഫിയാൻസി. അവളുടെ നെഞ്ചിനുള്ളിൽ എന്തോ തകർന്നു വീഴുന്നത് പോലെ തോന്നി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. കുറച്ചു മുമ്പ് തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് വിളിച്ച ആ മനുഷ്യൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ അരികിൽ നിൽക്കുന്നു. അതും ലോകം മുഴുവൻ നോക്കുന്ന ക്യാമറകൾക്ക് മുന്നിൽ. നന്ദ, ശാലിനിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചുറ്റുമുള്ള ലോകം വീണ്ടും കേൾക്കാൻ തുടങ്ങിയത്. എന്തുപറ്റി നിനക്ക്? ശാലിനി ചോദിച്ചു. പക്ഷെ നന്ദിത ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ സ്ക്രീനിലേക്ക് തറഞ്ഞു നിന്നു. അവിടെ രംഭ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ അർജുൻ അരികിൽ നിന്നുകൊണ്ട് അവന്റെ കൈകൾക്ക് ഉള്ളിലൂടെ കൈയിട്ട് നിന്നു, മുഖത്ത് വിജയത്തിന്റെ ചിരിയോടെ. എന്നാൽ നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പക്ഷേ ആ കണ്ണുനീർ ആരും കാണരുത് എന്നൊരു വാശി പോലെ നന്ദിത അത് അടക്കി പിടിച്ചു. ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവൾ വേഗം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. കണ്ണിന്റെ കോണിലൂടെ ഒഴുകി ഇറങ്ങാൻ നോക്കുന്ന കണ്ണുനീർ സാരിയുടെ തല കൊണ്ട് അവൾ പെട്ടെന്ന് തുടച്ചു മാറ്റി. സങ്കടം പിടിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ വേദന തോന്നി. ഒന്നും സംഭവിക്കാത്തതുപോലെ മുഖം പിടിച്ചു നിർത്താൻ അവൾ പരമാവധി ശ്രമിച്ചു. സ്റ്റാഫ് റൂമിലേക്ക് കയറിയതും അവൾ വേഗത്തിൽ തന്റെ ബാഗ് എടുത്തു. അവളുടെ പിന്നാലെ വന്ന ശാലിനി അത് കണ്ടു. നെറ്റി ചുളിച്ചു. നന്ദ, നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് നല്ല തലവേദന എടുക്കുന്നു, ഒട്ടും പറ്റുന്നില്ല. അവൾ ശബ്ദം സാധാരണ പോലെ ആക്കാൻ ശ്രമിച്ചെങ്കിലും അതിലെ തളർച്ച മറയ്ക്കാൻ കഴിഞ്ഞില്ല. ആണോ? നിന്റെ ശബ്ദവും മാറിയിട്ടുണ്ട്. എന്നാ ഇപ്പോൾ തന്നെ പോയിക്കോ, പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് പോട്ടോ, ശാലിനി ആശങ്കയോടെ പറഞ്ഞു. നന്ദിത തല കുനിച്ച് നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറുമ്പോഴേക്കും അവളുടെ മുഖം കണ്ടതോടെ പ്രിൻസിപ്പലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിരുന്നു. എന്താ ടീച്ചർ, മിസ്സിന് വയ്യേ? അദ്ദേഹം ചോദിച്ചു. ചെറിയൊരു തലവേദന സർ, അവൾ മുഖം താഴ്ത്തി പറഞ്ഞു. മുഖം കണ്ടാൽ തന്നെ അറിയാം, പോയി റെസ്റ്റ് എടുത്തോളൂ. അദ്ദേഹം കൂടുതലൊന്നും ചോദിക്കാതെ അനുവാദം കൊടുത്തു. അത് കേട്ടതും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. കോളേജിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രാവിലെ അർജുൻ കൊണ്ടുവന്നത് കൊണ്ട് കാർ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് പോകാനായി അവൾ ടാക്സി വിളിച്ചു. ടാക്സിയിൽ കയറി കാറിന്റെ അടുത്തെത്തിയതും ഡ്രൈവറിന് പണം കൊടുത്തുകൊണ്ട് അവൾ ഇറങ്ങി. കാറിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞു. ഇത്രയും നേരം അടക്കി പിടിച്ചിരുന്ന കണ്ണുനീർ മുഴുവൻ ഒരുമിച്ച് പുറത്തേക്കൊഴുകി. സ്റ്റിയറിംഗിൽ തല ചായ്ച്ച് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. നെഞ്ചിനുള്ളിൽ എന്തോ കുത്തിപ്പൊള്ളിക്കുന്ന പോലെ വേദന. ശ്വാസം പോലും നേരെ എടുക്കാൻ പറ്റുന്നില്ല. ഫിയാൻസി, ആ വാക്ക് മാത്രം വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞ ശേഷം അവൾ തല ഉയർത്തി. ഇപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് പോയാൽ ശരിയാകില്ല. മുഖം കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉടനെ മനസ്സിലാകും. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും വ്യക്തമായില്ല. പക്ഷേ മനസ്സ് നേരെ അവളെ കടലിലേക്കാണ് കൊണ്ടുപോയത്. അവൾ നേരെ കാറ് ബീച്ചിലേക്ക് കൊണ്ടുപോയി. ഡ്രൈവ് ചെയ്യുമ്പോഴും കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുകയായിരുന്നു.
റോഡ് മങ്ങിപ്പോകുന്നത് പോലെ തോന്നുമ്പോഴൊക്കെ അവൾ വേഗം കണ്ണുനീർ തുടച്ചു മാറ്റി. മനസ്സിൽ എന്തൊക്കെയോ കുഴഞ്ഞു കിടക്കുന്നു. പേടിയോ സങ്കടമോ നഷ്ടബോധമോ അവൾക്ക് തന്നെ മനസ്സിലായില്ല. ബീച്ചിലെത്തിയതും കാർ പാർക്ക് ചെയ്തു. കുറച്ചുനേരം അവൾ കണ്ണുകളടച്ച് കാറിൽ തന്നെ ഇരുന്നു. പിന്നെ പതിയെ പുറത്തേക്കിറങ്ങി. ഫോണും ബാഗും എല്ലാം കാറിൽ തന്നെ വെച്ചു. കാറിന്റെ കീ മാത്രം എടുത്ത് അവൾ കടൽ തീരത്തിലൂടെ നടന്നു. പൊരിവെയിൽ തലയിൽ കത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും അവൾ അറിഞ്ഞില്ല. അവൾ നടക്കുകയായിരുന്നു ലക്ഷ്യമില്ലാതെ, ആളുകൾ അധികമില്ലാത്ത ബീച്ചിലൂടെ. കടലിന്റെ ശബ്ദം മാത്രം ചുറ്റും നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നിയത്. അപ്പോഴാണ് ഈ കനത്ത വെയിലത്ത് താൻ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പോലും അവൾക്ക് ഓർമ്മ വന്നത്. അവൾ പതിയെ അടുത്തുണ്ടായിരുന്ന ചെറിയ തണൽ മരത്തിനടിയിൽ ചെന്നിരുന്നു. കടലിലേക്ക് നോക്കി. തിരകൾ വീണ്ടും വീണ്ടും കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. അങ്ങനെ എത്ര നേരം അവൾ ഇരുന്നുവെന്ന് അവൾക്ക് തന്നെ അറിയില്ല. പക്ഷേ ആ കടലിനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സ് കുറച്ച് ശാന്തമാകുന്നത് പോലെ തോന്നി. പിന്നെ പതിയെ അവളുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. ഇനി അർജുനെ കാണില്ല. അതാണ് നല്ലത്. എന്ത് കാരണമാണ് പിന്നിൽ എന്നൊന്നും ഇനി അറിയേണ്ടതില്ല. ലോകം മുഴുവൻ കാണുന്ന ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ രംഭ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അതിനെ നിഷേധിക്കാൻ ഇനി ആർക്കാണ് കഴിയുക? ഒരുപക്ഷെ അത് മുഴുവൻ രംഭയുടെ പ്ലാനിംഗ് ആയിരിക്കാം. പക്ഷെ ആ പ്ലാനിൽ അർജുൻ ദേവരയ്യർ കുടുങ്ങിപ്പോയി. അവൾ കണ്ണുകൾ പൂട്ടിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. കുറച്ചു നേരം കൂടി അവൾ അവിടെ ഇരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ എഴുന്നേറ്റു. വേഗം കാറിന്റെ അടുത്തേക്ക് നടന്നു. കാറിൽ കയറിയതും ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ നിറയെ മിസ്ഡ് കോളുകൾ. എല്ലാം അർജുന്റേതാണ്. അത് കണ്ട നിമിഷം അവളുടെ നെഞ്ചിൽ വീണ്ടും ഒരു വിങ്ങൽ ഉയർന്നു. ലഞ്ചിന് കൊണ്ടുപോകാൻ വന്നതായിരിക്കും തന്നെ കാണാതെ വിഷമിച്ചായിരിക്കും. ആ ചിന്ത തന്നെ അവളെ വീണ്ടും തകർത്തു. അവൾ ഫോൺ ഓഫ് ചെയ്യണമെന്ന് വരെ ചിന്തിച്ചു. പക്ഷെ അതിനു മുമ്പേ ഫോൺ വീണ്ടും റിങ് ചെയ്തു. അർജുൻ എന്ന് കരുതി എടുക്കാതിരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോ അവൾ ദീർഘശ്വാസം എടുത്തു. ശാലിനി. അവൾ കോൾ എടുത്തു. ഹലോ നന്ദ. ആ പറയ്. എങ്ങനെയുണ്ട് നിനക്ക് ഇപ്പോ? കുഴപ്പമില്ല, കുറവുണ്ട്. നീ വീട്ടിലെത്തിയോ? ഒരു നിമിഷം നിശബ്ദമായി നിന്ന ശേഷം അവൾ പതിയെ പറഞ്ഞു. ആ ആ എത്തി. അടുത്ത നിമിഷം ഫോൺ പെട്ടെന്ന് ആരോ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ശേഷം അവളുടെ ഹൃദയം നിന്നതുപോലെ തോന്നിച്ച ആ ശബ്ദം. നീ എവിടെയാണ് നന്ദ? ആ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ പോയി. അത് മനസ്സിലാക്കിയതുപോലെ, നന്ദ, നീ ഫോൺ കട്ട് ചെയ്താൽ ഞാൻ നേരെ വീട്ടിലേക്ക് വരും. എന്നെ അറിയാലോ നിനക്ക്. ഫോണിലൂടെ കേട്ട അർജുന്റെ ശബ്ദത്തിൽ അടക്കി വെച്ച ദേഷ്യവും വാശിയും ഒരുമിച്ചുണ്ടായിരുന്നു. കാർ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന നന്ദിതയുടെ കണ്ണുകൾ മുറുകെ അടഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ വീർപ്പിച്ചിരിക്കുന്നു. സംസാരിക്കാൻ പോലും അവൾക്ക് ശക്തിയില്ലായിരുന്നു. നന്ദ, ഫോൺ കട്ട് ചെയ്യരുത്, അവൻ വീണ്ടും പറഞ്ഞു. ആ സ്വരത്തിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. നന്ദിതയുടെ വിരലുകൾ ഫോണിന് മുകളിൽ മുറുകി. നീ ഇപ്പോൾ എവിടെയാണ്? അവൾ മിണ്ടിയില്ല. അവൾ മിണ്ടുന്നില്ല എന്നറിഞ്ഞതും അർജുന്റെ സ്വരം കടുപ്പമായി. നന്ദിത, നീ എന്തീ കാണിക്കുന്നത്? അവിടെ ഇരുന്ന ശാലിനി അമ്പരന്ന് ചോദിച്ചു. സർ, നിങ്ങൾ... ശാലിനി പ്ലീസ്, അർജുൻ കടുപ്പത്തിൽ പറഞ്ഞതും ശാലിനി മിണ്ടാതെയായി. അവന്റെ ശ്രദ്ധ മുഴുവൻ വീണ്ടും നന്ദിതയിലേക്കായി. നീ വീട്ടിലല്ല അല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ നന്ദിത ഒന്ന് ഞെട്ടി. അപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് പകുതി താഴ്ന്നു കിടക്കുന്നതും പുറത്തുള്ള കടൽക്കാറ്റ് അകത്തേക്ക് അടിച്ചു കയറുന്നതും അവൾ ശ്രദ്ധിച്ചത്. അവൾ മറുപടി പറയാതെ നിന്നതും അർജുൻ പെട്ടെന്ന് പറഞ്ഞു. നീ ഇപ്പോ എവിടെയാണോ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ എത്തും. വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഞാൻ വീട്ടിലേക്ക് പോകും. പറ്റില്ല. ആ ഒറ്റ വാക്കിൽ തന്നെ അവന്റെ തീരുമാനം വ്യക്തമായിരുന്നു. നീ ഇപ്പോ വീട്ടിലേക്കല്ല, എങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ നിൽക്കും, ഞാൻ വരും വരെ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാതെ അവൻ ശാലിനിക്ക് ഫോൺ കൈമാറി. ഫോൺ അവൾ മേടിക്കുന്നതിന് മുമ്പ് അവൻ വളരെ ശാന്തമായെങ്കിലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയാം ശാലിനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന്. ശാലിനി മിണ്ടാതെ നിന്നു. ഒന്ന് മാത്രം പറയാം, തന്റെ കൂട്ടുകാരി നന്ദിത, അവളെന്റെ പ്രണയമാണ്. ശാലിനിയുടെ കണ്ണുകൾ ഞെട്ടലിൽ മിഴിഞ്ഞു. എന്റെ ജീവനാണ്, അർജുൻ പതിയെ പറഞ്ഞു. ഇപ്പോ അവളില്ലാതെ അർജുൻ ദേവരയർക്ക് ജീവിക്കാൻ പറ്റില്ല. ആ വാക്കുകൾ ഫോണിലൂടെ കേട്ട നിമിഷം കാറിനുള്ളിൽ ഇരുന്ന നന്ദിതയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകി. ഫോൺ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതേസമയം അവിടെ ഇരുന്ന ശാലിനി ശ്വാസം പോലും വിടാതെ നിന്നു പോയിരുന്നു. അർജുൻ ഫോൺ അവൾക്ക് കൈമാറി വേഗത്തിൽ അവിടെ നിന്നും നടന്നു.
ഫോണിൽ ഇപ്പോഴും കോള് കട്ടായിട്ടില്ല. നന്ദ? ശാലിനി പതിയെ വിളിച്ചു. മറുപടിയില്ല. നന്ദ? വീണ്ടും വിളിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നന്ദിത പതിയെ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. എന്താ നന്ദ? എന്താ ഇപ്പൊ ഞാൻ കേട്ടത്? ശാലിനിയുടെ ശബ്ദത്തിൽ ഞെട്ടലായിരുന്നു. അർജുനും നീയും തമ്മില് എപ്പോഴാണ്? എന്താ നടക്കുന്നത്? ചോദ്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വന്നു. നന്ദിത കണ്ണുകൾ അടച്ചു. ശാലു, ഞാൻ പറയാം. അവളുടെ ശബ്ദം തളർന്നിരുന്നു. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ഞാൻ. അത് കേട്ടപ്പോൾ ശാലിനിക്ക് എല്ലാം മനസ്സിലായി. അവൾ പതിയെ ചോദിച്ചു. ഇന്നത്തെ ന്യൂസിൽ കണ്ടത്, രംഭ പറഞ്ഞത്, അതാണല്ലേ നിന്റെ സങ്കടത്തിന്റെ കാരണം? ആ പെണ്ണെന്തിനാ അങ്ങനെ പറഞ്ഞത്? നന്ദിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്കൊന്നും അറിയില്ല ശാലു. ആ ശബ്ദം കേട്ടപ്പോൾ ശാലിനിയുടെ മനസ്സ് വേദനിച്ചു. നീ എന്തായാലും ഇപ്പൊ എവിടേക്കും പോകരുത്, അവൾ പെട്ടെന്ന് പറഞ്ഞു. അർജുൻ സാറ് ഇപ്പൊ കോളേജിൽ വന്നിരുന്നു. നന്ദിത ഞെട്ടി. എന്താ? അതെ, നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ പ്രിൻസിപ്പൽ റൂമിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വരുന്ന അർജുൻ സാറിനെ കാണുന്നത്. എന്നെ കണ്ടതും ചോദിച്ചു, നന്ദിത മിസ് എവിടെയെന്ന്. ഞാൻ തലവേദനയെന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞതും ആ മുഖം ഒന്ന് കാണായിരുന്നു നന്ദ. പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഫോൺ ചെയ്യാൻ. ആളുടെ ഫോൺ കാറിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് വിളിപ്പിച്ചത്. നന്ദിത കണ്ണുകൾ അടച്ചു. എന്തായാലും അർജുൻ സാറിന് പറയാനുള്ളത് നീ കേൾക്കണം, എന്നിട്ട് നീ തീരുമാനിക്ക്. അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ സീറ്റിലേക്ക് വെച്ച് നന്ദിത കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞു. പുറത്ത് കടൽക്കാറ്റ് ശക്തിയായി അടിക്കുന്നുണ്ടായിരുന്നു. ആ തണുത്ത കാറ്റ് മുഖത്തേക്ക് തട്ടിയതും അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. പെട്ടെന്നാണ് കാർ ഡോറ് ശക്തമായി തുറക്കുന്ന ശബ്ദം കേട്ടത്. നന്ദിത ഞെട്ടി കണ്ണു തുറന്നു. അടുത്ത നിമിഷം ദേഷ്യത്തോടെ കാറിനുള്ളിലേക്ക് കയറി വരുന്ന അർജുനെയാണ് അവൾ കണ്ടത്. കണ്ണുകളിൽ മുഴുവൻ കത്തുന്ന ദേഷ്യം. ഡോർ അടച്ചതും അവൻ നേരെ അവളെ നോക്കി. എന്തെങ്കിലും കേൾക്കുമ്പോ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഓടിപ്പോകാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? ആദ്യമായി വന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ നന്ദിതയ്ക്കൊന്നും പറയാനായില്ല. അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. അർജുൻ ഒരു നിമിഷം പോലും വൈകാതെ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. നന്ദ, അവന്റെ ശബ്ദം വിങ്ങി. നിനക്കെന്നെ ഇത്രയായിട്ടും മനസ്സിലായില്ലല്ലോ നന്ദ. അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആ രംഭ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ വിട്ട് മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന്? നന്ദിതയുടെ കണ്ണുകൾ പിടഞ്ഞു. പക്ഷെ അച്ചുവേട്ട, ലോകം മുഴുവൻ കേട്ടല്ലോ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരറിഞ്ഞാലും വിവാഹം കഴിക്കേണ്ടത് ഞാനാണ്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ലോകമല്ല. എന്റെ മറുപടി എന്താണെന്ന് ഞാൻ അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടതും നന്ദിത പെട്ടെന്ന് തല ഉയർത്തി. എന്ത്? അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും എന്റെ പിന്നാലെ വന്നാൽ അതവളുടെ നാശത്തിനായിരിക്കുമെന്ന്. അവളുടെ സ്വഭാവം മുഴുവനും എനിക്കറിയാം. അതിനാൽ നേരായ വഴിക്ക് അവളുടെയും അവളുടെ വീട്ടുകാരുടെയും ആഗ്രഹം നടക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിച്ചത്. നന്ദിത മിണ്ടാതെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. അർജുൻ പെട്ടെന്ന് അവളെ അടുത്തേക്ക് വലിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്തു. പക്ഷേ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴേക്കും എന്നെ വിട്ടിട്ട് ഓടിപ്പോകാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു പെണ്ണെ? നന്ദിതയുടെ ചുണ്ടുകൾ വിറച്ചു. അത് അങ്ങനെയാണോ അച്ചുവേട്ടാ? അവൾ വിങ്ങി. എല്ലാവരുടെയും മുന്നിൽ ഫിയാൻസി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അർജുൻ അവളെ നോക്കിയിരുന്നു. പിന്നെ അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ വിരലാൽ തുടച്ചു. കരഞ്ഞു ചുവന്ന കണ്ണുകൾ, കവിളിലൂടെ ഉണങ്ങിയ കണ്ണുനീർ പാടുകൾ. അതൊക്കെ കണ്ടപ്പോൾ അവന്റെ ഉള്ളില് ദേഷ്യം മുഴുവനും അലിഞ്ഞുപോയി. അവൻ പതിയെ അവളുടെ രണ്ട് കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. നന്ദ, എനിക്കറിയരുത്. പിന്നെ അവന്റെ ചുണ്ടുകൾ പതിയെ അവളുടെ നെറ്റിയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് വിരലുകൾ അവളുടെ മുഖം കോരിയെടുത്തു. അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടിയെത്തി. ആദ്യം മൃദുവായി, പിന്നെ അടക്കി വെച്ച ദേഷ്യവും പേടിയും വാശിയും സ്നേഹവും എല്ലാം ചേർന്ന ഒരു ചുംബനമായി അത് മാറി. നന്ദിതയുടെ വിരലുകൾ അവന്റെ ഷട്ടിൽ മുറുകി പിടിച്ചു. അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടായി. എങ്കിലും അവൻ അവളെ വിടാൻ തയ്യാറായില്ല. ഇത്രയും നേരം അനുഭവിച്ച ഭയവും വേദനയും മുഴുവൻ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നന്ദിത അവന്റെ നെഞ്ചിൽ കൈവച്ച് തളർന്നപ്പോൾ മാത്രമാണ് അർജുൻ പതിയെ അവളെ വിട്ടത്. അവൾ പൂർണ്ണമായും തളർന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്
സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. പുറത്ത് കടൽക്കാറ്റ് വീണ്ടും ശക്തമായി വീശി. പക്ഷേ ആ നിമിഷം അവരുടെ ലോകത്ത് അവർ രണ്ടുപേരും മാത്രമായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ദേ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാവേ. ബൈ.